ചേട്ടാ 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 എന്താ ചേട്ടാ കേസ് പറയുന്നത്? ഇതൊന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നല്ല സാറേ. വയസ്സങ്ങാത്ത അപ്പൂപ്പിന്റെ കൊടിമരം കാണിക്കല് നാണല്ലേടോ അമ്മാവ തനിക്ക്? അല്ല സാറേ, എന്താ ഇപ്പൊ ചെയ്യാ? ഇയാൾക്കെന്തോ അസുഖന്നാ ഈ സ്ത്രീ പറയുന്നത്. ബെസ്റ്റ്, അവൻ്റെ ഒരു അസുഖം സൂക്ഷിച്ചു നിന്ന് പിന്നെ അല്ലെങ്കിൽ വേറെ വല്ലതും കണ്ടു വരും. അല്ല സാറേ, ശരിക്കും പുള്ളിക്ക് അസുഖമുള്ളതാ, ഡോക്ടറെ കാണിച്ചതാ. അന്നാ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാ. ആ പെമ്പിള്ളേര് രണ്ടും കൽപ്പിച്ചാ ഇയാളെ തൂങ്ങും. അറിഞ്ഞോണ്ടല്ല സാറേ. ഒരു വക്കീലിനും കൂട്ടി അയ്യോ ശരി കൃഷ്ണട്ടാ, സർട്ടിഫിക്കറ്റ് വരട്ടെ, അന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓരോരോ അസുഖങ്ങള്. നീ ഇന്നലെ പോയതല്ലോ ഗോപാ? ആ ബസ് സ്റ്റാൻഡിലോട് ചെറിയൊരു മാലഭക്ഷണം അത്ര ഉള്ളോ? ചെറിയ ലോക്കൽ സ്ഥലമുണ്ട്. ഇവരുടെ ഡീറ്റെയിൽ എഴുതി എന്തായാലും വാഴക്കൊല്ലൊക്കെ ആയിട്ടാണല്ലോ. സൈതമാടത്തെ ലീവ് ഇത്ര ഇവിടെ കഴിഞ്ഞു? ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നുള്ളൂ. അതെന്തായാലും നന്നായില്ല. അതേതായാലും നന്നായി. ഞാനപ്പോ ഒന്ന് ഉള്ളിലേക്ക് പോയിട്ട് വരാം. ഹലോ ഷിജു, പിന്നെ നിന്റെ ആ സംഭവമില്ലേ, നമ്മുടെ കരിയർ ഗൈഡൻസാ? കരിയർ ഗൈഡൻസ് അല്ല സാറേ, മോട്ടിവേഷൻ ക്ലാസ്. ആ മോട്ടിവേഷൻ അതെനിക്ക് കുറച്ച് തരണം. എന്തിനാണ് സാറ്? ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് എനിക്ക് അത്യാവശ്യമുണ്ട്. അതെന്താ വെച്ചാല് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. SI ആണെന്ന് നോക്കണ്ട, മോനുണ്ട്. പക്ഷെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ളൊരു ഭയങ്കര അഹോരാത്ര പരിശ്രമത്തിലാണ് ഞങ്ങള്. പിന്നെ എന്തൊക്കെ ചെയ്താലും അവസാനമാകുമ്പോഴേക്കും ഇങ്ങോട്ട് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കുറച്ച് എനിക്ക് അത് തന്നു കഴിഞ്ഞാൽ നടക്കും. തരില്ലേ? ഉറപ്പല്ലേ? വിശ്വസിച്ചോട്ടെ? ശരി, എന്നാലേ പോയിട്ട് വരാം. ആ അപ്പൊ ശരി, പോയിട്ട് വരാം. പോയല്ലേ? ശരി. ഒരു കർഷക ശ്രീ അവാർഡൊക്കെ വാങ്ങണട്ടാ, സൂക്ഷിച്ചു പോണട്ടാ. ഷിജോ വിളിക്കൂട്ടാ. ഉത്സവമായിട്ട് വലിയ തിരക്കൊന്നുമില്ലടാ അമ്പലത്തിൽ. കുറച്ചുകൂടെ ചോറിട്ടെ. വേണ്ട, ശിശു ഇതുകൂടെ കഴിച്ചേ. കഴിക്ക. എന്താടാ അമ്മേ, എന്തായാലും അമ്മ പോയത് നന്നായല്ലേ. നിങ്ങൾക്കൊരു ഫ്രീ സ്പേസും അമ്മക്കൊരു ചേഞ്ച് ആവൂല. ആകെ ഒരു മഴക്കോളുണ്ടല്ലേ. സജു വൈകണ്ട, വേഗം ഇറങ്ങാട്ടാ. ശരി. മഴക്കോള് കാണുമ്പോ തന്നെ വീട്ടിൽ കയറി ഇരിപ്പാണല്ലേ. ഇതാണ് പറയുന്നത്, കുടുംബം എന്ന് പറഞ്ഞൊരു സുഖമുള്ള പരിപാടിയാണ്. നീ ഒന്ന് ഇങ്ങനെയൊന്നല്ല പറഞ്ഞേ, കെട്ടിയപ്പെട്ടു നോക്കല്ലേ. അതന്ന് ഞാനൊരു യൂണിയനും നീ ഒരു യൂണിയനും അല്ലേ, ഇന്ന് നമ്മള് ഒരേ യൂണിയനല്ലേ. എടാ, ലോകത്തിലെ ഏതെങ്കിലും പെണ്ണ് വേറെ പെണ്ണോട് കെട്ടിയ എടി നീ പെട്ടുപോന്ന് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? അത് നമ്മൾ ആണുങ്ങളെ പറയുള്ളൂ. നമുക്ക് നമ്മൾ ആരൊക്കെയാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണിട്ടിട്ട് പോയാൽ തീരാവുന്ന പരിപാടിയുള്ളൂ നമ്മുടെയൊക്കെ. പിന്നെ മുടിയും താടിയും വളർത്തി പാട്ടും പാടി തേരാപ്പാര നടക്കാം. നീ പായസം കുടിക്കേ. മധുരത്തിരി കൂടിയിട്ടുണ്ടാ, അതാണ് അവൾക്ക് ഉണ്ടാക്കാറിയില്ല.
എന്ത് രസം ആകാശത്ത് ഇങ്ങനെ അമിട്ട് പൊട്ടണ കാണാൻ. നല്ല പൂവിരിയണ പോലെ ഉണ്ട്. എങ്ങനെയാവല്ലേ ഇത്ര മഴ പെയ്തിട്ടും പേടിക്കെട്ട് കിടന്ന്. ഹാപ്പിയായ ശരിക്കും ഹാപ്പിയായ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഷിജു ഹീറോ ആണെന്ന്. ശരിക്കും ആന്നേ, എൻ്റെ ഷിജു ഹീറോ അല്ല, സൂപ്പർ ഹീറോ ആണ്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സൂപ്പർ ഹീറോ ആണെങ്കിലേ എന്റെ സജു വണ്ടർ വുമൺ. നല്ലതല്ലേ? സൂപ്പർ ഹീറോയിൻ വണ്ടർ വുമൺ അടിപൊളിയല്ലേ? കറണ്ട് അടിപൊളിയൊക്കെയാണ്. നോക്കിയിരുന്നു. ഇപ്പൊ തുടങ്ങും നാട്ടുകാരുടെ ചോദ്യങ്ങൾ. എന്ത് ചോദ്യങ്ങള്? മുഖമൊക്കെ തൊടുത്തിട്ടുണ്ടല്ലോ. മനസ്സിലായി മനസ്സിലായി. വിശേഷം ഉണ്ടല്ലേ മോളെ? എന്താ സജു, വയറൊക്കെ വന്നല്ലോ. മനസ്സിലാവുന്നുണ്ട്. എടി സാറേ, ആ സജിത, നിങ്ങൾ വൈകിയ കുറച്ച് ഷിജു മോട്ടിവേഷൻ കലക്കിയിട്ടാ കണ്ടില്ലേ? ഇവിടെ കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ടാ. രാഹുലിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ. അടുത്ത കാലത്തെങ്ങാനും ഞങ്ങൾക്കൊരു കുഞ്ഞുകാല് കാണാൻ പറ്റുമോ? എന്നാലെങ്കിലും നിന്റെ പപ്പയ്ക്കൊരു പണിയാവുമല്ലോ. എന്താ നോക്കുന്ന? സജിത മോളെ, ദാ അവന് കളിക്കാൻ ഒരു കുഞ്ഞാവേ വേണമെന്നാ പറയുന്നത്. കുട്ടികൾ എവിടെയുണ്ടോ അവിടെ അമ്മയുണ്ടോ? ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. ഒന്നില്ലെങ്കിൽ ഏട്ടനൊരു ഡോക്ടറല്ലേ, നിനക്കൊന്ന് പോയി കണ്ടൂടെ? ചേട്ടാ, मेरा बेबी പ്രസവിച്ചു. ये मिलके 4 बच्चे हैं. ഇതൊന്നും വെച്ച് താമസിപ്പിക്കില്ല എന്റെ 30 വയസ്സായില്ലേ? ചേച്ചി, വിശേഷമൊന്നായില്ലേ? അമ്മമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു.